അമ്പലപ്പുഴയിൽ ശക്തമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് മണ്ണിനടിയിലായി. ആലപ്പുഴയുടെ തെക്കൻ തീരദേശ മേഖലകളിൽ വേലിയേറ്റത്തെ തുടർന്ന് 2 ദിവസമായി കടലാക്രമണം രൂക്ഷമാണ്. പ്രദേശത്ത് പുലിമുട്ടോടുകൂടിയ കടൽ ഭിത്തി എന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അമ്പലപ്പുഴയിലും വളഞ്ഞവഴിയിലുമാണ് വേലിയേറ്റത്തെ തുടർന്നുള്ള കടലാക്രമണം ശക്തമായത്. ഇവിടെ 10 മീറ്ററോളം കരയിലേക്ക് തിരമാല ആഞ്ഞടിച്ചതോടെ ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടക്കുന്ന തീരദേശ റോഡിൽ മണലടിഞ്ഞു കയറി. പ്രദേശത്ത് പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി ഇല്ലാത്തതാണ് ഈ ഭാഗത്ത് കടലാക്രമണം മൂലം നാശനഷ്ടങ്ങളും ദുരിതങ്ങളും തുടരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ടെട്രാപോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ ശാസ്ത്രീയമായി സ്ഥാപിക്കാത്തതിനാൽ ടെട്രാപോഡുകൾക്ക് മുകളിലൂടെ തിരമാല ആഞ്ഞടിച്ച് കരയിലേക്ക് കയറുകയാണ്. നമ്മുടെ ഈ വളഞ്ഞവഴി പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും കടൽകയറ്റം വളരെ ശക്തമായിരുന്നു. കടൽകയറ്റം ശക്തമായിട്ട് നമ്മളിപ്പോൾ കണ്ടിട്ട് വന്ന റോഡ് മൊത്തം മണ്ണ് കയറി അടയുണ്ടായി. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നിട്ട് നിരവധി വീടുകൾ നമ്മളിപ്പോൾ വിഷയമുണ്ടല്ലോ, നിരവധി വീടുകളൊക്കെ പോയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇതിനകത്ത് ചെയ്യാനുള്ളത്, ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ വളഞ്ഞവഴി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ട് കടൽഭിത്തി നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ അത് പുലിമുട്ടാക്കി മാറ്റിയാൽ ഇവിടുത്തെ ഈ മണ്ണിനെ നിലനിർത്താനും അതുപോലെ തന്നെ ഭിത്തി കെട്ടി വീടുകൾ, ഇനി ബാക്കി വരുന്ന വീടുകൾ ഇപ്പോൾ നമുക്കറിയാം ഒട്ടനവധി വീടുകൾ പോയി ഇട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി തുടരുന്ന കടലാക്രമണം മൂലം നിരവധി വീടുകളും ചെമ്മീൻ പീലിംഗ് ഷെഡുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും തകർന്നിരുന്നു. ഇപ്പോഴും തീരത്തോട് ചേർന്നുള്ള അനേകം വീടുകൾ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. പ്രദേശവാസികളുടെ ജീവനോപാധികൾ തകരാതിരിക്കാൻ അടിയന്തരമായി പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, ആലപ്പുഴ.